അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഇന്നത്തെ ജനയുഗത്തിലെ വിമർശനമാണ് എസ് രാജേന്ദ്രൻ എതിരെയുള്ള വിമർശനമാണ്. എസ് രാജേന്ദ്രൻ MLA റവന്യൂ മന്ത്രിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയതിനുള്ള മറുപടി. വൈദ്യുതി ബോർഡിൻ്റെയും പൊതുമരാമത്ത് വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെ 3-4 ഏക്കർ കയ്യേറി അവയിൽ ബഹുനില മന്ദിരങ്ങളും ആഡംബര റിസോർട്ടുകളും പണിതിട്ട് തങ്ങളും ഭൂരഹിതരും ഭവനരഹിതരും എന്ന് അവകാശപ്പെടുന്നവർ ഇതേക്കുറിച്ച് അന്വേഷിക്കാനെത്തുന്ന ഉദ്യോഗസ്ഥരെ വാടക ക്രിമിനലുകളെ ഇറക്കി ആക്രമിക്കുന്ന സംഭവ പരമ്പരകളാണ് മൂന്നാറിൽ ഉണ്ടാകുന്നത്. ഇത് എസ് രാജേന്ദ്രൻ MLAക്കെതിരെയുള്ള ഒരു പരാമർശം കൂടിയാണ്. പരിശോധനകൾ നടത്താൻ വരുമ്പോൾ രേഖകൾ ഹാജരാക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നവരാണ് ഏത് പരിശോധനയും നേരിടാൻ തയ്യാറാണെന്ന് വെല്ലുവിളിക്കുന്നത്. പക്ഷേ റവന്യൂ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപ ശരങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഴക്കിയിട്ടും എന്തുകൊണ്ടാണ് റവന്യൂ മന്ത്രിയുടെ വാക്കുകൾക്ക് ഇന്നത്തെ യോഗത്തിൽ വില കിട്ടാതെ പോയത്? അദ്ദേഹം പറഞ്ഞിരുന്നത് മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്നായിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? അത് ഈ ശ്രീറാം വെങ്കട്ടരാമനെ പറ്റി പറഞ്ഞ പോലെ നമ്മുടെ റവന്യൂ മന്ത്രിയെക്കുറിച്ചും പറയേണ്ടി വരും. അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ട്, അനുഭവ പരിചയം താരതമ്യേന കുറവാണ്. ആൾ ശുദ്ധഗതിക്കാരനാണ്, പാവമാണ്. അദ്ദേഹത്തിന് വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഈ കയ്യേറ്റക്കാരൊക്കെ ഒഴിപ്പിക്കണം, റവന്യൂ വസ്തുക്കളെല്ലാം തിരിച്ചു പിടിക്കണം, സർക്കാർ ഭൂമി മറ്റാരും കയ്യേറാതെ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ വളരെ ആഗ്രഹങ്ങളുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് അദ്ദേഹമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ട്, വളരെ അടുപ്പമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ ഈ സംവിധാനത്തിൽ ഇതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ആഗ്രഹങ്ങൾ കുതിരകളായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ശ്രീ VS അച്യുതാനന്ദൻ കുറഞ്ഞ പുള്ളിയാണോ? അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പോരാളിയാണ്. VS അച്യുതാനന്ദൻ വിചാരിച്ചിട്ട് എത്ര കയ്യേറ്റക്കാർ ഒഴിപ്പിക്കാൻ കഴിഞ്ഞു, എത്ര റിസോർട്ട് പൊളിക്കാൻ കഴിഞ്ഞു? നമുക്കറിയാം, വളരെ തുച്ഛമായ കാര്യങ്ങളെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ശ്രീ ചന്ദ്രശേഖരൻ വിചാരിച്ചാലും ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇതൊരു പൊറാട്ട് നാടകമാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഇടുക്കിയിലെ VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നല്ലോ MM മണി. MM മണി VS ഗ്രൂപ്പിൻ്റെ ഒരു കരുത്തനായ പോരാളിയായിരുന്നു. MM മണി അങ്ങനെയാണ് VSന് എതിരായത്. മൂന്നാർ ഓപ്പറേഷൻ തുടർന്നാണ്. മൂന്നാറിൽ നടത്തിയ റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും കൂട്ടായ പ്രവർത്തനം അതിനെ ആദ്യമായിട്ട് വിമർശിച്ചത്, ഏറ്റവും നിശിതമായി വിമർശിച്ചത്, ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ചത് കോൺഗ്രസ്സുകാരല്ല, BJPക്കാരല്ല, ലീഗുകാരല്ല, ആരുമല്ല. ആദ്യം വിമർശിച്ചത് MM മണിയാണ്. MM മണി ആ ഒറ്റ പോയിന്റിലാണ് VSനെ വിട്ട് പിണറായിയുടെ ഭാഗത്തേക്ക് പോയത്. അല്ലാണ്ട് ആശയപരമായ കാര്യത്തിലല്ല, ഈ ഒറ്റ പോയിന്റിലാണ്. അപ്പോൾ MM മണി എന്തുകൊണ്ട് മാറിയെന്ന് വെച്ചാൽ കാര്യം വ്യക്തമല്ലേ? ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നല്ല കാര്യം. അത് നല്ല ആഗ്രഹങ്ങളുണ്ടാകുന്നത് നല്ലതാണ്. ശ്രീറാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അത് നല്ല കാര്യമാണ്. പക്ഷേ ഇവരൊക്കെ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. പിന്നെ കോൺഗ്രസ്സുകാർ CPMനെ കുറ്റപ്പെടുത്തും, CPMകാർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തും, തിരിച്ച് BJP ലീഗിനെ കുറ്റപ്പെടുത്തും, ലീഗ് BJPയെ കുറ്റപ്പെടുത്തും, ഫാസിസത്തെ കുറ്റപ്പെടുത്തും, സാമ്രാജ്യത്വത്തെ കുറ്റപ്പെടുത്തും. ഇതിനപ്പുറം ശ്രീ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരിന് വാഗ്ദാനം ചെയ്ത ആ മോതിരം പോലെ ഈ പ്രശ്നം അവസാനിക്കും. അങ്ങനെയെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ. അങ്ങനെയാണെങ്കിൽ ഭൂമാഫിയകൾക്കും റിസോർട്ട് ഇന്നത്തെ ജനയുഗം പറയുന്നതാണ്, ഭൂമാഫിയകൾക്കും റിസോർട്ട് ലോബിക്കും ചൂട്ടുവെട്ടം തെളിയിക്കുന്ന ചിലർ തങ്ങളും ഇടതുപക്ഷമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണ് എന്ന് ഈ വിമർശനവുമായി തന്നെ ഒതുങ്ങേണ്ടി വരും. കാരണം റവന്യൂ മന്ത്രിക്ക് പിന്തുണ കിട്ടുന്നില്ല മൂന്നാർ ദൗത്യത്തിൽ. മാത്രമല്ല, VS സർക്കാരിൻ്റെ കാലത്തെ മൂന്നാർ ഓപ്പറേഷനിൽ CPI മൂന്നാർ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തായിരുന്നു? അതിന് CPIയുടെ സംസ്ഥാന നേതൃത്വം പച്ചക്കൊടി കാണിച്ചതും VSനെതിരെ എത്തിയതും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ CPI പൊഴിക്കുന്നതും ഇവിടെ മുതലക്കണ്ണീർ തന്നെയാണ്. 10 വർഷം മുമ്പുള്ള ഓപ്പറേഷനെ അനുകൂലിക്കാത്തവർ ഇപ്പോൾ റവന്യൂ മന്ത്രിയെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്. അല്ല, റവന്യൂ മന്ത്രിക്ക് CPIയുടെ പിന്തുണയുണ്ട്, ജനയുഗത്തിൻ്റെ പിന്തുണയുണ്ട്. പക്ഷേ മലയാള മനോരമയുടെ പിന്തുണ ഉണ്ടാവോ? എനിക്ക് പ്രതീക്ഷയില്ല. മലയാള മനോരമയുടെ പിന്തുണ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കയ്യേറ്റക്കാരെ പിന്തുണയ്ക്കുന്ന ആ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. കത്തോലിക്ക സഭ വാളെടുക്കില്ലേ? നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വിമോചന സമരത്തിന് ആഹ്വാനം കൊടുക്കും. ഇടുക്കി മെത്രാൻ ആരാ? ഈ ജോയ്സ് ജോർജ് എന്ന് പറഞ്ഞാൽ നല്ല കതറിട്ട കോൺഗ്രസ്സുകാരനായിരുന്നു. ഇബ്രാഹിം കുട്ടിയോട് ചോദിച്ചു, അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് പാർലമെൻറ്റ് മെമ്പറായത്? അതിൻ്റെ പുറകിലെ രഹസ്യം എന്താണ്? ഈ ഭൂമാഫിയമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ്. അല്ലെങ്കിൽ ജോയ്സ് ജോർജ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ, ഞാൻ അദ്ദേഹത്തെ എത്ര കൊല്ലാണ്ടറിയാം, ഹൈക്കോടതിയിൽ വക്കീലാണ്. അതേ EM ആഗസ്തിയുടെ വളരെ അടുത്ത ബന്ധുവാണ്. EM ആഗസ്തി ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നു. ഇബ്രാഹിം കുട്ടിയോട് ചോദിക്കൂ, ഈ ജോയ്സ് ജോർജ് ഏത് പാർട്ടിക്കാരനാണ്, ഇപ്പോൾ ഏത് പാർട്ടിക്കാരനാണ്, ഇപ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നു, എന്താണ് ഇവരെ തമ്മിൽ യോജിപ്പിച്ച ചേതോവികാരം ചോദിക്കൂ. വളരെ വ്യക്തമല്ലേ? ശരി, ഞാൻ ഇടപെടുകയാണ്. ഒരു ഇടവേള കൂടി വേണം. അടിയന്തര നടപടി ശുപാർശ ചെയ്യുന്ന മൂന്നാർ റിപ്പോർട്ടുകളിൽ സർക്കാർ എത്ര നാൾ അടയിരിക്കും? ഇടവേളയ്ക്ക് ശേഷം.